महाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। ധർമ്മപുത്രാദികളുടെ ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും കുന്തിയെയും സന്ദർശിക്കുന്നതിനുള്ള വരവും അങ്ങനെ വന്ന് ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് ധൃതരാഷ്ട്രരും കുന്തിയും ഗാന്ധാരിയും ഗംഗയിൽ സ്നാനം കഴിഞ്ഞ് നിറകുംഭങ്ങളുമായി വരുന്ന കാഴ്ച കണ്ടു നിന്നവർക്ക് അത് വളരെ ഹൃദയഭേദകവും അതേസമയത്ത് തന്നെ അത്യന്തം ആനന്ദകരവുമായ ഒരു കാഴ്ചയായിരുന്നു. ഇത് കണ്ടവരെല്ലാം ഗംഗയിൽ സ്നാനം കഴിഞ്ഞ് സ്നാനാനന്തരം കുടിക്കാനുള്ള വെള്ളമാണ് ഈ കൊണ്ടുവരുന്നത്. അപ്പോൾ അവനവന് അപ്പനാക്കാം ഖുദ് കർണാ ചാഹി എന്നുള്ള തത്വം അനുസരിച്ച് അവനവന് കുടിക്കാനുള്ള അവനവനും പിന്നെ നമ്മുടെ സ്ത്രീ സ്വാതന്ത്ര്യം അനുസരിച്ച് പറയുമ്പോൾ അവളവൾക്കും കുടിക്കാനുള്ള വെള്ളം അവിടെ രണ്ടവളുമാരുണ്ടല്ലോ, അവർ തന്നെ അവർക്ക് പാകം ചെയ്യാൻ ഉള്ള വെള്ളവും അവർ തന്നെ കൊണ്ടുവരുന്ന വളരെ ദയനീയമായ അനേകം വർണ്ണ മനോഹരമായ ജീവിത രംഗങ്ങളുടെ ചാരു ചിത്രപട ഭംഗികൾ വിടർത്തുന്ന ഒരു വരവാണത്. മറ്റേത് ഇദ്ദേഹം ധൃതരാഷ്ട്രർ വരുമ്പോൾ എന്തായിരിക്കും ബഹളം? നേരത്തെ തന്നെ വലിയ രണ്ടു വശത്തും കൂടി ഒരു വലിയ സൈനിക നിരയങ്ങ് പോകും, ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട്. അതിൻ്റെ പിന്നാലെ കുട, തഴ, വെൺചാമരം. അതിൻ്റെ പിന്നാലെ ഇതിൻ്റെ പ്രഖ്യാപനം, മഹാരാജാവ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ചെയ്തിട്ടുള്ള ധീരകൃത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ബന്ദിമാഗധന്മാർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന അവരുടെ പ്രഖ്യാപനം, രാജാവിൻ്റെ അനൗൺസ്മെൻറ്റ്. അതിൻ്റെ പിന്നാലെ അനേകം തേരുകൾ, മന്ത്രി അതനുസരിച്ചുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിരയനുസരിച്ച് അവരുടെ എല്ലാം തേരുകൾ. അതിൻ്റെ പിന്നാലെ മഹാരാജാവിൻ്റെ തേര്. അതിൻ്റെ പിന്നാലെ വീണ്ടും അംഗരക്ഷകന്മാർ. അതിൻ്റെ പിന്നാലെ വീണ്ടും സൈനിക നിര. ഇങ്ങനെ വരികയാണ്. ഒരു പ്രദേശം മുഴുവനും കരസ്ഥമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വരവ്. ഒരാളെ വരുന്നുള്ളൂ, പക്ഷെ ഒരാൾക്ക് വരാൻ ഒരു പ്രദേശം മുഴുവൻ വേണം. ആ പ്രദേശത്തുള്ള ആളുകളെ മുഴുവനും നിഷ്കരണം മാറ്റി നിർത്തിയിരിക്കും. അതിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയുമില്ല. അതിൽ രാജാവ് ഇടപെടുകയുമില്ല. എന്തിനാണ് അവരെ മാറ്റി നിർത്തിയത് എന്ന് ചോദിക്കുകയില്ല. ധർമാതപേദപുരുഷ യൗവന്ധരായണ. യൗവന്ധരായണം എന്ന് പറഞ്ഞാൽ ഉദയനൻ്റെ അപ്പോൾ രാജാവിനെ മാറ്റി നിർത്തുകയാണ് വഴിയുന്നേ. കാരണം നേരത്തെ രാജാവായിരുന്നല്ലോ, ഇതോടെ വേഷം വരെയാണ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അറിയാതെ എന്നെ മാറ്റി നിർത്തുന്ന ആരാണെന്നുള്ളതാണ് രാജാവ് ചിന്തിക്കുന്നത്. അപ്പോഴാണ് വേഷം മാറി നിൽക്കുകയാണല്ലോ. അപ്പോഴാണ് യൗവന്ധരാണെന്ന് പറയുന്നത്. ധർമാതപേദപുരുഷ, ധർമ്മത്തിൽ നിന്ന് സ്വയം മാറ്റി നിർത്തിയവരാണ് അങ്ങയെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. യൗഗന്ധരായണം, പ്രതിജ്ഞാ യൗഗന്ധരായണം ഇദ്ദേഹത്തിൻ്റെ ഭാസൻ്റെ നാടകം. അപ്പോൾ പണ്ട് നടത്തിയിട്ടുള്ള യാത്രകൾ, ഇപ്പോൾ ധർമ്മപുത്രർ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്രകൾ, ഇനി പ്രപഞ്ചാവസാനം വരെ ഈ അധികാര പുരുഷന്മാർ നടത്താൻ പോകുന്ന യാത്രകളുടെ എല്ലാം സംഗ്രഹം ഇങ്ങനെ ചെന്ന് അവസാനിക്കും എന്ന സൂചനയാണ് നാം അവിടെ കാണുന്നത്. ഇപ്പോഴത്തെ എല്ലാ തരത്തിലുള്ള സൈനികമായ ചിഹ്നങ്ങളോടും കൂടി, രാജകീയമായ ചിഹ്നങ്ങളോടും കൂടി ധർമ്മപുത്രൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെ അല്ലാതെ പോകണം എന്നാഗ്രഹമുണ്ടെങ്കിലും അത് നടക്കില്ല. കാരണം രാജാവിന് ആ നിയമങ്ങളൊന്നും ലംഘിക്കാനൊക്കില്ല. ഇപ്പോൾ ഇന്ത്യയുടെ പ്രസിഡൻറ്റിന് തന്നെത്താനൊന്നും നടക്കണം, കൂടെ ആരും ഇല്ലാതെ നടക്കാനൊക്കില്ല, സമ്മതിക്കില്ല. അപ്പോൾ എല്ലാവർക്കും ആജ്ഞ കൊടുക്കുന്ന ഒരാൾ എല്ലാവരുടെയും ആജ്ഞയ്ക്കകത്ത് ബന്ധനസ്ഥനായി നിൽക്കുന്ന അവസ്ഥയാണ് നാം കാണുന്നത്.
സ്വന്തമായിട്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്കും സ്വന്തമായി അവർക്ക് ഇഷ്ടം തോന്നത്തക്ക വിധത്തിൽ കടൽപ്പുറത്ത് കൂടിയൊന്നും നടന്നു പോകാനൊക്കില്ല. അദ്ദേഹത്തെ ഉപദ്രവിച്ചാലോ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായി ഇവർ പോയിരിക്കും, വരണ്ട എന്ന്. അല്ലെങ്കിൽ അത്ര കർശനമായിട്ട് പറഞ്ഞാലും അവരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായിരുന്നാൽ പെട്ടെന്ന് തടയത്തക്ക വിധത്തിൽ ഇത്തിരി അകന്ന് നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ സൈന്യമോ അംഗരക്ഷകന്മാരോ പൂർണ്ണമായും പോവുകയില്ല. അതുപോലെ നിൽക്കുകയാണ് ധർമ്മപുത്രർ. അധികാരത്തിൻ്റെ ബാഹ്യമായ ചിഹ്നങ്ങളുടെ നിത്യമായ പാരതന്ത്ര്യത്താൽ ബന്ധിതനായി നിൽക്കുന്ന ധർമ്മപുത്രർക്ക് ഉള്ള സന്ദേശമാണ് അല്പമാത്ര വസ്ത്രനായി. ധാരാളം ആളുകൾ, എത്ര ആളുകൾ വേണമെങ്കിലും ഈ വെള്ളം കോരി കൊണ്ടുവന്ന് കൊടുക്കാനുണ്ട് ഇപ്പോഴും ധൃതരാഷ്ട്രർക്ക്. അപ്പോഴാണ് അദ്ദേഹം തനിയെ കുടത്തിൽ വെള്ളവുമായിട്ട് ഒരു തരത്തിലുമുള്ള സങ്കോചവുമില്ലാതെ അങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. വലിയ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ഥാനത്തിരുന്ന ആളിന്. അതൊന്നും ഗവനിക്കാതെ എന്നാണ് ഇദ്ദേഹത്തെ കണ്ട ഉടനെ പുത്രനെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് ഇറക്കി താഴത്ത് വെച്ചിട്ട് ഓടി വന്ന് ആശ്ലേഷിക്കുന്നു. അങ്ങനെ കുന്തിയും പിന്നെ ഗാന്ധാരിയും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ കയറി പിന്നെ അവിടെ അന്യോന്യമുള്ള കെട്ടിപ്പിടുത്തത്തിൻ്റെ ഒരു ലഹളയാണ്. പാഞ്ചാലിയെ കെട്ടിപ്പിടിക്കുന്നു, സുഭദ്ര കെട്ടിപ്പിടിക്കുന്നു, ഉത്തര കെട്ടിപ്പിടിക്കുന്നു, ദക്ഷിണ കെട്ടിപ്പിടിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. അങ്ങനെ ബഹളം. എല്ലാവർക്കും സന്തോഷമായി. എന്നാലും ഇങ്ങനെ കണ്ടുവല്ലോ എന്ന് വിചാരിച്ചിട്ട്. കണ്ട രീതികളൊക്കെ ദുഃഖകരമായിരുന്നെങ്കിൽ തന്നെയും ആ ദുഃഖകരമായ അവസ്ഥയിൽ നിന്ന് ആരും മുക്തരല്ലാത്തതുകൊണ്ട് അതിനൊരു പ്രത്യേകത വിശേഷിച്ച് കൽപ്പിക്കേണ്ടതില്ല. പക്ഷേ എന്നാലും ദുഃഖം എല്ലാവർക്കും ഉണ്ടായി. എല്ലാവരും നല്ലതുപോലെ മനസ്സ് തുറന്ന് കരഞ്ഞു. മനസ്സ് തുറന്ന് കരയാൻ മനുഷ്യന് അവസ്ഥകൾ, സന്ദർഭങ്ങൾ വളരെ കുറവായിരിക്കും. ആശുപത്രി കിടന്നുകൊണ്ട് അങ്ങനെ കരയാനൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ ആരും അതത്രയും എനിക്കില്ല. ആശുപത്രി അങ്ങനത്തെ കരച്ചിലുകൾ പലതും നടക്കുന്നത് കൊണ്ട്. അല്ലാതെ നടുവിന് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാത്ത ഒരാൾ വഴുനില കിടന്നുകൊണ്ട് ഇത് കരഞ്ഞാലൊക്കൂ? കരയണമെന്നുണ്ടെങ്കിലും കരയില്ല. എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി കിടന്നിട്ടായിരിക്കും പിന്നെ ഒന്ന് ആശ്വസിച്ച് ഫുൾ ടൈം ടേബിളിൽ കരയുന്നത്. അങ്ങനെ എല്ലാവരും ആ കരച്ചിലിൻ്റെ പല ദുഃഖങ്ങളും അടക്കി വെച്ച് കരയാൻ മറന്നുപോയ, കരച്ചിലിൻ്റെ വിസ്മൃതിയിൽ ജഡീഭൂതന്മാരായി പോയ ഔദ്യോഗിക വ്യക്തികൾ എല്ലാവരും, മന്ത്രിമാരും അതുപോലെ സേനാനായകന്മാരും മറ്റു ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ആ സമയത്ത് സുഖമായിട്ട് കരഞ്ഞ് മനസ്സ് പെയ്തൊഴിഞ്ഞു. പിന്നെ അവർ ആശ്രമത്തിലേക്ക് പോവുക. 1 മാസം അവിടെ താമസിച്ചു. ഇപ്പോൾ മറ്റേ ഗോഷ്ഠിക്കാരനാണ് അവിടെ ഇരിക്കുന്നപ്പോൾ. ആര്? യുയുത്സു. ഹസ്തിനപുരിയിൽ ഇരുന്നുകൊണ്ട് രാജ്യഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് യുയുത്സുവാണ്. പിന്നെ ആരുണ്ട്? സഞ്ജയനൊന്നുമില്ല. സഞ്ജയനൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. സഞ്ജയനും ഇതിൻ്റെ ഈ കൂട്ടത്തിലുണ്ട്, ആശ്രമത്തിലുണ്ട്. യുയുത്സുവും പരീക്ഷത്തുമാണ് അവിടെയുള്ള. പരീക്ഷത്ത് പയ്യനാണ്. അങ്ങനെ 1 മാസം കടന്നുപോയത് അറിഞ്ഞില്ല. 1 മാസം കാട്ടില് എല്ലാവരും കൂടി 1 മാസം കാട്ടിൽ. അപ്പോഴേക്കും കാട് നാടായിട്ടുണ്ടാവും. പോയി സ്വൈരം കെടുത്ത ഇവരെ കാണാൻ. അപ്പോൾ ഇതറിഞ്ഞിട്ട് മഹർഷിമാരെല്ലാം പല കാടുകളിൽ നിന്നും ഗുഹകളിൽ നിന്നൊക്കെ ചിലർ ഇങ്ങനെ ഇറങ്ങി വരും. ധർമ്മപുത്രർ വന്നിരിക്കുന്നു, ധൃതരാഷ്ട്ര കാണാൻ കേൾക്കുമ്പോൾ വീണ്ടും ഒരു വന പർവം ആവർത്തിക്കുന്നു. അപ്പോൾ ശരീരത്തിൽ പാമ്പിനെയും എല്ലാം എടുത്തു കളഞ്ഞ് പലതരത്തിലുള്ള പ്രാണികളെയൊക്കെ എടുത്ത് തല നിറച്ച് വണ്ടായിരിക്കും. അപ്പോൾ വണ്ടിനെല്ലാം ഇങ്ങനെ കുടഞ്ഞ് കളഞ്ഞ്, ചിലപ്പോൾ മുനി പത്നി ഉണ്ടാകും. അപ്പോൾ പറഞ്ഞ്, ഇടീ പന്നി, ഇതൊന്ന് ഇങ്ങനെ കുടഞ്ഞ് ഒന്ന് കളഞ്ഞത് ഞാൻ കളഞ്ഞിട്ട് പോകുന്നില്ല. അങ്ങനെ അന്യോന്യം വണ്ടിനെ പിടിച്ച് വണ്ടിനെ ഓടിച്ച് ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള തമാശകൾ നമുക്ക് വ്യാസൻ സൂചനയെ നൽകിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ എന്തൊക്കെ നടന്നിരിക്കാമെന്നുള്ളത് നമുക്ക് ആ സൂചനകളിൽ നിന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. തനി
ഹാസ്യമയമാണ് ആ രംഗം മുഴുവനും. ഇത് രണ്ടും തന്നെ വലിയ ഹാസ്യമല്ലേ? ഭാവിയിൽ ഇതുപോലെ ഇരിക്കാൻ പോകുന്നവനാണ് ഇവിടെ വലിയൊരു ചുവടുമായിട്ട് നിൽക്കുന്ന ആഭരണങ്ങളുടെയും കിരീടത്തിൻ്റെയും വസ്ത്രങ്ങളുടെയും ഒക്കെ ഒരു ചുവടുമായിട്ടാണ് ധർമ്മപുത്രർ ഇവിടെ നിൽക്കുന്നത്. ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ഗതി എന്തായിരിക്കും? ഈ ധൃതരാഷ്ട്രയുടെ ഗതി തന്നെയായിരിക്കും അദ്ദേഹത്തിനുള്ളത്. ഒരു കുടത്തിൽ വെള്ളം, അന്ന് ഇങ്ങനെയുള്ള കാലം വരുമ്പോൾ ചിലപ്പോൾ വെള്ളം എടുത്താൽ പൊങ്ങുകയില്ലായിരിക്കും. ആ വിധത്തിൽ അവശനായി പോകും ഇദ്ദേഹം. മറ്റേ ആൾ എന്താണ് ബലം? 10,000 ആനയുടെ ബലമുള്ള ആളാണ് നിൽക്കുന്നത്. 10,000 ആനയുടെ ബലമുള്ള ആൾ ഒരു ഞാഞ്ഞൂലിൻ്റെ പോലും ബലമില്ലാതെ ഇങ്ങനെ നിൽക്കുക. കുഴിയാനി എന്ന് പറഞ്ഞാൽ കുറേ കൂടി ഭേദമായിരിക്കും. അങ്ങനെ നിൽക്കുന്നു. എന്തോ ഒരു വലിയ പ്രഭേദമാണ്, വ്യത്യാസമാണ്. അപ്പോൾ ഇത് രണ്ടും വ്യാസൻ നമുക്ക് കാണിച്ചു തരണം. മഹാപ്രതാപശാലിയായിരുന്ന ഒരാൾ പേക്കോലം കുത്തി അങ്ങനെ നിൽക്കുന്നു. ആ പേക്കോലത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആൾ ഇപ്പുറത്ത് മഹാപ്രതാപശാലി ആയി നിൽക്കുന്നു. എല്ലാവരിൽ നിന്നും അകന്ന് ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി ഭീമൻ നിൽക്കുന്നു. അപ്പോഴും ഒരു സൗകര്യം കിട്ടിയാൽ ഒന്ന് കൊടുക്കും എന്നുള്ള നിലയിലാണ് ഭീമൻ്റെ നിൽപ്പ്. മനസ്സിൽ നിന്ന് വിരോധമൊക്കെ പോയെങ്കിൽ തന്നെയും അടുക്കുന്നില്ല ഇദ്ദേഹത്തോട് ധൃതരാഷ്ട്രൻ. കാരണം ഈ ഞെരിച്ചു കൊല്ലാൻ പോയതിൻ്റെ ആ വിദ്വേഷം എത്ര വേണ്ടെന്ന് വയ്ക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിൽ നിന്ന് പരിപൂർണമായി അത് വാർന്നൊഴിഞ്ഞ് പോയില്ല. അതുകൊണ്ട് എപ്പോഴും ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടിയാണ് അദ്ദേഹത്തെ നോക്കുന്നത്. തീ പിടിക്കുമെന്ന് തോന്നും നോട്ടം കണ്ടാൽ. അങ്ങനെ അകന്നു നിൽക്കുന്ന ഭീമനും പിന്നെ കരച്ചിലൊന്നുമില്ല ഭീമന്. ഇയാൾക്ക് ഇങ്ങനെയൊക്കെ വന്നത് നന്നായി എന്നുള്ള അഭിപ്രായത്തിൽ നിൽക്കുകയാണ്. പിന്നെ നകുല സഹദേവന്മാരും മറ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ആശ്രമത്തിലേക്ക് പോയി. അവിടെ ഒരു വിശ്രമ ജീവിതമാണ് ഒരു മാസം തയ്യാറായപ്പോൾ എവിടെ നിന്നാണ് എന്ന് ഊഹിക്കാൻ വയ്യാത്ത വിധത്തിൽ വളരെ പെട്ടെന്ന് ആളുകൾ നോക്കുമ്പോൾ വ്യാസമുനി നടന്നു വരുന്നു. മഹാപ്രതാപിയായ മഹാബുദ്ധിമാനായ വ്യാസൻ ഒറ്റയ്ക്ക് നടന്നു വരുന്നു എന്നാണ് വർണ്ണന. ആരാ പറയുന്നത്? വൈശമ്പായൻ. അങ്ങനെ അദ്ദേഹം വന്നു. എല്ലാവരും എഴുന്നേറ്റ് നമസ്കരിച്ചു. ധൃതരാഷ്ട്രം എഴുന്നേറ്റ് അദ്ദേഹത്തെ നമസ്കരിച്ചു. കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനൊരാഗ്രഹം. ധൃതരാഷ്ട്രം അപ്പോൾ ഇങ്ങനെ തപ്പി നോക്കി, മുനി എവിടെ? അപ്പോൾ വ്യാസൻ കൈനീട്ടി കൊടുത്തു, പിടിച്ചു. എനിക്ക് അന്തിമമായി ഒരാഗ്രഹമുണ്ട് അങ്ങയോട് പറയാൻ. എന്താണ്? പറഞ്ഞോളൂ. മനുഷ്യൻ്റെ ജീവിതം മരണത്തോടുകൂടി തീരുന്നില്ലല്ലോ. ഈ ഭൗതിക ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുന്നതോടുകൂടി മനുഷ്യൻ്റെ ജീവിതം തീരുന്നില്ലല്ലോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇനി തുടരാൻ പോകുന്ന ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സുഖകരമായ ഘട്ടത്തിൽ വെച്ച് എനിക്ക് എൻ്റെ മക്കളെ ഒരു പ്രാവശ്യം കൂടി കാണാൻ സാധിക്കും. ഈ നിസ്സംഗത, നിർവേദാവസ്ഥ എന്നൊക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലത്തെ ആഗ്രഹമാണ് മനുഷ്യന്റെ ജീവിതത്തോടുള്ള കൊതി എന്ന് പറയില്ലേ. അപ്പോൾ വ്യാസൻ അവിടെ നിന്നവരെല്ലാം ഇങ്ങനെ തിരിഞ്ഞു നോക്കി. നാരദനുണ്ട് അവിടെ, അതുപോലെയുള്ള മറ്റ് വലിയ മഹർഷി, ഈ ഗുഹയെന്നല്ല ഗുഹ പൊളിച്ചു വന്നിട്ടുള്ള മഹർഷിമാരുണ്ട്. അപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വ്യാസൻ ചോദിച്ചു, മഹാരാജാവേ, അങ്ങേക്ക് ഇപ്പോൾ അങ്ങയുടെ മക്കളെ കാണണമോ? പറ്റുമോ? ഇപ്പോൾ കാണിച്ചു തരാം. ദുര്യോധനൻ മുതൽ ഓരോരുത്തരായിട്ട് രംഗപ്രവേശം ചെയ്തു. ഓരോരുത്തരും വന്ന് അച്ഛനെ നമസ്കരിച്ച് ദുശാസനൻ, ഇങ്ങനെ എല്ലാ മക്കളും 100 മക്കളും വന്ന് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കാണാൻ വയ്യല്ലോ. അങ്ങനെ നമസ്കരിച്ചു പോയി അവരെ ആശ്ലേഷിച്ചു. അപ്പോൾ കുന്തിയുടെ ഉള്ളിലൊരാഗ്രഹം പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ കുന്തിയെ നോക്കിയിട്ട് പറഞ്ഞു, അടുത്തത് കർണനാണ്.
ഇവർക്ക് കാണാൻ പറ്റുന്നില്ല. ആർക്ക്? പാണ്ഡവന്മാർക്കാർക്കും. പാണ്ഡവന്മാരെ ആരെയാണ് കാണേണ്ടത്? അല്ല, ഇവരൊക്കെ ഉള്ളപ്പോഴല്ലേ വ്യാസൻ വരുന്നത്? അതെ, ഇത് എല്ലാവരും കാണുകയല്ലേ? എല്ലാരും കാണുകയാണ്. ഭീമൻ മാത്രം അതൊന്നും അത്ര കാര്യമായിട്ട് ഗവനിച്ചില്ല. ഭീമൻ ചിലപ്പോ ദുര്യോധനനെ മീശ വെച്ച് കാണിച്ചാണ്. ഇല്ല, നിനക്ക് വെച്ചടണ്ടാന്ന് കാണിച്ചിട്ടുണ്ടാവും. ശരി, കർണൻ. വൈകാരിക രംഗം ചിരിച്ചു കളയണ്ട. പ്രതിവിന്ധ്യാദികൾ, ദ്രൗപദേയന്മാർ, അവര് അഭിമന്യു. അപ്പോൾ ഉത്തരയ്ക്ക് സന്തോഷമായി. അതിനേക്കാൾ സന്തോഷമായി കുന്തിക്ക്. അർജുനൻ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഇനി ആരെയെങ്കിലും കാണണോ എന്ന് ചോദിച്ചു വ്യാസൻ. അപ്പോൾ മിക്കവാറും എല്ലാവരെയും കണ്ടു കഴിഞ്ഞു. എന്നിട്ട് വെള്ളവസ്ത്രം ധരിച്ച് നിൽക്കുന്ന ഇവരോട് പറഞ്ഞു, ധൃതരാഷ്ട്രരുടെ ബന്ധുക്കളോട്, എന്നുവെച്ചാൽ ദുര്യോധനാദികളുടെ പെണ്ണുങ്ങളോട്, അവരുടെ ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം തരാം, സംസാരിക്കാം. അങ്ങനെ അവരെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കെ എല്ലാവരും അപ്രത്യക്ഷരായി. ഇത് വേണമെങ്കിൽ മാജിക്കാണെന്ന് വിചാരിക്കാം. മാജിക്കൽ റിയലിസത്തിന്റെ വീരസ്വർഗം പ്രാപിച്ച ആൾക്കാർക്കൊക്കെ ഒരു മമതാബന്ധം വീടുണ്ടോ? ഇതെന്റെ ഭാര്യയായിരുന്നു, ഞാൻ ഇതൊക്കെ ഒരു മാജിക്കൽ റിയലിസത്തിന്റെ ഒരു എന്നുവെച്ചെന്നാൽ ഈ അടിസ്ഥാനപരമായ വികാരങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് ഒരിക്കലും പോകില്ല. അങ്ങനെ പോകണം എന്നത് എപ്പോഴായിരിക്കും? അത് പ്രപഞ്ചം ഇല്ലാതെയായി. പിന്നെ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള നിസ്സംഗതകളാണ് ഈ വരുന്നത്. ധർമാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നിസ്സംഗത. അല്ല വികാരം പരിപൂർണമായി പോയി എന്നല്ല. ആ വികാരം കൊണ്ട് വൃത്തികേടുകൾ ചെയ്യാതിരിക്കുക എന്നതിലേക്കാണ് ഇവർ ഉയരുന്നത്. അല്ലാതെ വികാരങ്ങൾ പരിപൂർണമായി ഹൃദയത്തിൽ നിന്ന് പോയാൽ ആ മനുഷ്യൻ മരിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ വികാരങ്ങളുടെ മൃതി മനുഷ്യ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുടെയും കർമ്മങ്ങളുടെയും അതിൻ്റെ ഗതിയുടെയും ബീജം ഒരു കാരണവശാലും ഒരു വ്യക്തിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടു പോകുന്നില്ല. അതെപ്പോഴും ഉണ്ട്. അത് വെച്ചുകൊണ്ടുള്ള അനാവശ്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടികൾ പോകുമ്പോഴാണ് അതിനെ നിസ്സംഗത എന്ന് പറയുന്നത്. അല്ലാതെ വികാരങ്ങൾ പരിപൂർണമായി ഉന്മൂലനം ചെയ്യപ്പെടുകയോ അതിന് വിനാശം സംഭവിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയ്ക്കല്ല. അങ്ങനെ സംഭവിക്കുകയില്ല. അങ്ങനെ സംഭവിച്ചെന്നാൽ പിന്നെ ആ വ്യക്തിയുടെ ജീവിതം അർത്ഥരഹിതമായിരിക്കും. അങ്ങനെ എല്ലാവരെയും കണ്ട് എല്ലാവരും സന്തുഷ്ടരായി. പക്ഷേ ഈ ഒരു കാഴ്ചയുടെ പിന്നിലെ ഈ കാഴ്ച വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ മരണത്തെ നിർവചിക്കാം? മരണമില്ലല്ലോ. അതുകൊണ്ടല്ലേ പിന്നെ ഈ പൂർവ്വജന്മം പുനർജന്മം എന്നുള്ള സങ്കല്പം വരുന്നു. ആ ഭൗതികദേഹം പോയില്ലേ? ദുര്യോധനൻ എന്ന വ്യക്തിയുടെ ഭൗതികദേഹം പോയില്ലേ? അതുകൊണ്ടെന്താ സൂക്ഷ്മ ശരീരമുണ്ട്. ആ സൂക്ഷ്മ ശരീരവും പോകും. എപ്പോ? അടുത്ത ജന്മം വരും. അപ്പോഴും സംസ്കാരത്തോടുകൂടി ജീവൻ നിലനിൽക്കുന്നു. എന്തെല്ലാം നശിച്ചു പോയാലും ഇത് നിൽക്കുമല്ലോ. ഇപ്പോൾ ഒരു വീട് വെച്ചയാൾ മരിച്ചുപോയി. അപ്പോൾ അയാളെ സംസ്കരിക്കുമ്പോൾ ആ വീടും കൂടി പൊളിച്ച് സംസ്കരിക്കില്ലല്ലോ. ഇവിടെ അവിടെ നിന്ന് ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തിലേക്കുള്ള ഒരു മാറ്റം എന്ന രീതിയിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കണോ? അതോ മാഷു മുൻപ് സൂചിപ്പിച്ച ജൈവികമായിട്ടുള്ള മനുഷ്യവികാരങ്ങളെ ഉന്മൂലനം ചെയ്യാൻ പ്രപഞ്ചമുള്ളിടത്തോളം കാലം നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവരുടെ മനസ്സിന്റെ ഒരു എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കത്തക്ക വിധത്തിൽ വിശാലമാണ് ആശയം. പക്ഷെ ആത്മീയമായിട്ടുള്ള ഒരു ചിന്തയിൽ നമ്മൾ സൂക്ഷ്മ ശരീരത്തിന്റെ ഒരു മേഖലയിലേക്ക് കടന്ന് ചിന്തിക്കുന്നതായിരിക്കും. ആത്മീയമായിട്ടുള്ള ചിന്തയിലല്ല. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരം തന്നെയാണ്, അതിനകത്ത് ആത്മാവൊന്നുമില്ല. അതുകൊണ്ട് സൂക്ഷ്മ ശരീരവും നശിച്ചു പോകും, ആത്മാവ് നശിച്ചു പോകുമെന്ന് പറയാനൊക്കോ? വേറെ വ്യത്യാസം. ഈ ഭൗതിക ശരീരം നശിക്കുമ്പോൾ തന്നെ സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല. അതിന് അതിൻ്റെതായ കാലമുണ്ട്. അത് കഴിയുമ്പോൾ അത് നശിച്ചു പോകും. അങ്ങനെ വരുമ്പോൾ ജീവാത്മാവ് സംസ്കാരത്തോടു കൂടിയ പ്രവൃത്തിയുടെ
കറയോടുകൂടിയ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ പാടോടുകൂടിയ. ഇപ്പോൾ ഒരാൾക്ക് ഒരു വെട്ട് കിട്ടി, നല്ല വെട്ടായിരുന്നെങ്കിൽ ആ വെട്ടിൻ്റെ പാടെപ്പോഴും ഉണ്ടാകും. അതുപോലെ കർമ്മങ്ങൾ കൊണ്ട് കിട്ടിയ വെട്ടിൻ്റെ പാട് ആത്മാവിലിരിക്കുമ്പോൾ ആ ആത്മാവിന് പറയുന്ന ഋഷിമാർ പറയുന്ന പേരാണ് ജീവൻ അല്ലെങ്കിൽ ജീവാത്മാവ്. ജീവാത്മാവ് എന്ന് പറയേണ്ട കാര്യമില്ല, അത് വിവേചിച്ചറിയാൻ വേണ്ടി പറയുന്നതാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ എല്ലാമായി ആ ജീവൻ. ആ ജീവനും കൂടി ഇല്ലാതെയാകണമെങ്കിൽ അതെന്താണ്? അത് ലയിക്കണം. ലയത്തിൽ അതില്ലാതെയാകും. അതുതന്നെയാണ് എല്ലാ ജീവികളിലും കാണുന്നത്, അതുതന്നെയാണ് ജനിച്ച എല്ലാത്തിലും കാണുന്നത്. ആവിർഭവിച്ച എല്ലാം നിലനിന്നിട്ട് തിരോഭവിക്കും. പ്രപഞ്ചത്തിലും അത് തന്നെയാണ് കാണുന്നത്. പ്രപഞ്ചത്തിന് തിരോഭാവമുണ്ട്. അങ്ങനെ തിരോഭവിക്കുമ്പോൾ ബാക്കി ഉണ്ടായിരുന്നതെല്ലാം അതിൽ തിരോഭവിച്ച് അങ്ങ് പോകും. ചൈതന്യം അവിടെ സ്ഥിതി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ചൈതന്യത്തിന് പ്രത്യേകമായ രൂപങ്ങളില്ല എന്നർത്ഥം. അപ്പോൾ ജനനമരണങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറ്റിക്സിൻ്റെ തുടർച്ചയാണ്. ജനറ്റിക്സിനെ സംബന്ധിക്കുന്ന ചിത്രാത്മകമായ പഠനമാണ് ഈ പൂർവജന്മ പുനർജന്മങ്ങൾ. അതുകൊണ്ടാണ് അത് തുടരുമ്പോൾ ഈ സാമ്യം വരുന്നത്. പാരമ്പര്യം അങ്ങനെ തന്നെ തുടർന്ന് പോകുന്നു. ഇപ്പോൾ അച്ഛൻ മുറിമുക്കനായിരുന്നു, മകനും മുറിമുക്കനായി. അതെങ്ങനെ വന്നു? അത് ഈ സംസ്കാരത്തിൻ്റെ തുടർച്ച കൊണ്ടാണ്. അച്ഛൻ്റെ മുറിമുക്ക് തന്നെ മകന് കിട്ടിയത്. സ്വഭാവത്തിൽ വരെ വ്യത്യാസങ്ങളുണ്ടാകും. അയാളുടേതായ സ്വന്തമായ സ്വഭാവവും വരും. അച്ഛൻ പിശുക്കനായിരുന്നു, മകൻ നല്ല ഉദാഹരണമായിരിക്കും. അങ്ങനെയും വരും. പക്ഷേ ഈ അവയവങ്ങളിലുള്ള സാമ്യങ്ങൾ വരും, പെരുമാറ്റത്തിലുള്ള സാമ്യങ്ങൾ വരും. ചില ശരീരത്തിലെ ചില പാടുകൾ അങ്ങനെ തന്നെ വരും. അച്ഛനവിടെ ഒരു മറുകുണ്ടായിരുന്നു, മകനും അവിടെ ഒരു മറുകും. ചില മറുകുകൾ അയൽപ്പക്കത്തായിരിക്കും വരുന്നത്, വരാതിരിക്കില്ല. അത്രയോ ജനറ്റിക്സിൻ്റെ ഒരു പ്രത്യേക. അപ്പോൾ ജനറ്റിക്സിനെ അത് നാം ഇത് പഠിച്ചും വായിച്ച് പഠിച്ച് അപഗ്രഥിച്ച് അതിൻ്റെ മൂല്യം നിർണ്ണയിച്ച് വരുമ്പോൾ ഇത് ജനറ്റിക്സ് ആണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അപ്പോൾ മനസ്സിലാകും. അല്ല ഒരു വായന വായിച്ചിരുന്നാൽ ഇത് മണ്ടത്തിലാണെന്നായി നമുക്ക് തോന്നുള്ളൂ. മരിച്ചുപോയ ശന്തനുവിൻ്റെ മകൻ ഭീഷ്മർ. അപ്പോൾ ശന്തനുവിനുണ്ടായിരുന്ന പ്രത്യേകതകളൊക്കെ അയാൾക്കും വന്നു. അയാളുടെ പ്രത്യേകതകൾ പിന്നീട് വന്നുമില്ല. എന്താ കാരണം? അവിടെ വെച്ച് നിന്നുപോയി. അപ്പോൾ ഈ പ്രത്യേകതകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നു എന്ന് വർണ്ണിക്കുകയും ഈ നേരത്തെ ജീവിച്ചിരുന്ന ആളിൻ്റെ ആത്മാവാണ് അടുത്ത ആളായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഈ പുനർജനിച്ചു എന്ന് പറയുന്നതിലാണ് നമുക്ക് അവിശ്വാസം വരുന്നത്. പാരമ്പര്യത്തിന് എന്താ സംഭവിക്കുന്നത്? പാരമ്പര്യം പുനർജനിക്കുകയാണ്. അല്ല, അത് അശാസ്ത്രീയമായിട്ടൊന്നുമില്ല. പാരമ്പര്യം പുനർജനിക്കുന്നു. ട്രാൻസ്മൈഗ്രേഷൻ എന്നാണ് എൻ്റെ ശരിയായ വാക്ക്. ഒരു ഗ്രീക്ക് പദമാണ്. ട്രാൻസ് എന്നും മൈഗ്രേറ്റ് എന്നും. മെറ്റംസൈക്കോസിസ് എന്നാണ് പുനർജന്മത്തിൽ പറയുന്ന വേറൊരു പേര്. മെറ്റംസൈക്കോസിസ് എന്നാണ്. ഈ മെറ്റംസൈക്കോസിസ് എന്നുള്ളതും ഗ്രീക്ക് പദം തന്നെയാണ്. ഇത് എപ്പോൾ മുതലേ വരുന്നുള്ളൂ? ഭാരതവുമായിട്ട് ഗ്രീസിന് നല്ല സമ്പർക്കം ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെ ഒരു വാക്ക് അവിടെ പ്രയോഗത്തിൽ വരുന്നത്. അപ്പോൾ ആ സങ്കല്പം എവിടെ നിന്ന് പോയതാണ്? ആ സങ്കല്പം ഭാരതത്തിൽ നിന്ന് പോയതാണ്. ഇത് ചെറിയ തോതിലാണെങ്കിലും മറ്റ് മതഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. അപ്പം അതിൽ നാം ധരിക്കുന്നത് പോലെയോ യുക്തിപൂർവ്വം ചിന്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ ധരിക്കുന്നത് പോലെയോ അന്ധമായി ഒന്നുമില്ല. അത് അന്ധവിശ്വാസത്തിൻ്റെ ഭാഗവുമല്ല. പിന്നെ എന്താണത്? അത് നമ്മുടെ ജനറ്റിക്സിനെ ജനറ്റിക്കൽ തിയറി പറയുന്നുണ്ട്. പ്രത്യേകം തിയറി ഉണ്ട് ഇതിൻ്റെ. അത് പുനർജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ തിയറിയും കൂടി പറയും. അത് നമ്മൾ ഗവനിക്കാറുള്ള അത്തരം പുസ്തകങ്ങളെ സംബന്ധിച്ച് നമുക്ക് വിവരമില്ല. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. പിന്നെ കാണുന്നത് കഥകളിൽ വരുന്ന ഈ അംശമാണ്.
അപ്പോൾ ഒരു തിയറിയെ അല്ലെങ്കിൽ സിദ്ധാന്തത്തെ അല്ലെങ്കിൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന തലമുറകളുടെ സ്വഭാവം ആവർത്തിച്ച് വരുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അച്ഛനിലുണ്ടായിരുന്ന ചില വിശേഷങ്ങൾ മകനിലേക്ക് പുനർജനിക്കുകയാണ്. അതിനാണ് പുനർജന്മം. അതിലത്ര വളരെ തള്ളിക്കളയാൻ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് പുനർജനിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അസ്വാഭാവികത ഉണ്ട് എന്നുള്ള തോന്നലിൽ നിന്നാണ് ആളുകൾക്ക്, ഈ ബുദ്ധിമാന്മാരാണ് എന്ന് വെറുതെ വിചാരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം വരുന്നത്. അതുകൊണ്ട് ഒരാളുടെ ജീവിതം അയാളുടെ ജീവിതത്തോടെ അവസാനിച്ചു. അയാളുടെ ജീവിതത്തോടെ അവസാനിച്ചെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് പിന്നെ വേറെ ജീവനുണ്ടെന്ന് തോന്നുന്നു? ജീവൻ എത്രയാണെന്ന് കണക്കില്ലെങ്കിലും അതിന് ചൈതന്യത്തിന് കണക്കില്ലെങ്കിലും ഇത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്താണ്? എല്ലാ ആളുകളിലും വ്യാപിച്ചിട്ടുണ്ട്, എല്ലാ ചെടികളിലും വ്യാപിച്ചിട്ടുണ്ട്, എല്ലാ പ്രാണികളിലും വ്യാപിച്ചിട്ടുണ്ട്, എല്ലാ അണുക്കളിലും വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സർവത്ര ജീവനാണ്. ഈ അതിൻ്റെ ദ്രവ്യം മാത്രമാണ് ഈ മാറി മാറി പോകുന്നത്. ആ നിലയ്ക്ക് നോക്കിയെന്നാലും പുനർജന്മത്തിന് ശാസ്ത്രീയമായ ഒരു അസ്തിത്വമുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നുമില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും ഈ വികാരങ്ങളുണ്ടല്ലോ. പഴയ വലിയൊരു രാജാവ്, ഏതാണ്ട് ഏഷ്യ ഭൂഖണ്ഡത്തിൽ മുഴുവനും അധികാരം നടത്തിയിരുന്ന അവിടുത്തെ രാജാക്കന്മാരിൽ നിന്ന് കപ്പം വാങ്ങിച്ചിരുന്ന ഒരു രാജാവ് 13 വർഷം നിഷ്കണ്ടകമായി രാജ്യം ഭരിച്ചയാളാണ്. യാതൊരു കൂസലുമില്ലാതെ, മര്യാദയുമില്ലാതെ, വകതിരിവില്ലാതെ രാജ്യം ഭരിച്ച ആളാണ് ധൃതരാഷ്ട്രൻ. നിർദാക്ഷിണ്യമായി. കുന്തി എവിടെയാണെന്ന് പോലും അദ്ദേഹം അന്വേഷിച്ചിട്ടില്ല ഇത്രയും കാലത്തിനകത്ത്. അയാളാണ് ഈ നിൽക്കുന്നത്. എവിടെ? കുന്തിയുടെ മകൻ്റെ മുമ്പിൽ. കാലത്തിൻ്റെ പ്രതികാരമെന്നോ ഇദ്ദേഹം ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ പാപം ഉരുത്തിരിഞ്ഞു എന്ന് നിൽക്കുന്നു എന്നോ തോന്നത്തക്ക വിധത്തിലാണ് ധർമ്മപുത്രനോട് നിൽക്കുന്നത്. അദ്ദേഹം അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ. അപ്പോൾ മഹാകാലത്തിൻ്റെ പരിഹാരമില്ലാത്ത അപരിഹാര്യമായ പ്രതികാരത്തിൽ നീറിക്കൊണ്ടിരിക്കുന്ന ഒരു വെറും പുഴു പോലെ നിൽക്കുകയാണ് ഈ വലിയ സാമ്രാജ്യം കയ്യിൽ വെച്ച് രാജാക്കന്മാരെ എല്ലാം എടുത്ത് അമ്മാനമാടിയ അന്ധനായ ധൃതരാഷ്ട്രർ.